കൊല്ലം കൊട്ടിയത്ത് നിന്നുള്ളൊരു വാർത്തയാണ് വരുന്നത്. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ 100ഓളം സിലിണ്ടറുകളാണ് സ്ഥലത്ത് നിന്നും കണ്ടെടുത്തിട്ടുള്ളത്. 3 പ്രതികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഗാർഹിക സിലിണ്ടറിൽ നിന്ന് വാണിജ്യ സിലിണ്ടറിലേക്ക് മാറ്റി വിൽപ്പന നടത്തുന്നതാണ് ഇവിടുത്തെ രീതി. ദിലീപ് ദേവസ്വി ചേരുന്നു. ദിലീപ്, ഏറെ അപകടകരമായ രീതിയിലാണ് ഈ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അനധികൃതമായി എന്താണ് ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്? വിശദാംശങ്ങൾ എന്താണ്? വിനീത, നമുക്ക് മാസങ്ങൾക്ക് മുമ്പ് അഞ്ചൽ പ്രദേശത്ത് ഇത്തരത്തിൽ അനധികൃതമായി ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ നമ്മൾ കണ്ടെത്തുകയും ചെയ്തു. അന്ന് വീട് വാടകയ്ക്കെടുത്തായിരുന്നു അവിടെ നടന്നതെങ്കിൽ ഇന്ന് ഇവിടെ ഒരു വീടിനോട് ചേർന്നുള്ള ഒരു ഷെഡിലാണ് ഇത്തരത്തിൽ ഗ്യാസ് ഫില്ലിംഗ്. ഇത് നോക്കൂ, 19 കിലോയുള്ള ഗ്യാസാണ് ഇത്. 15 കിലോയുള്ള ഗ്യാസ് സിലിണ്ടർ. ഇതിൽ നിന്ന് ഇതിലോട്ട് മാറ്റുമ്പോൾ ഏകദേശം 800 രൂപയിലധികം ലാഭം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഫില്ല് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഐസാണ്. ഇതാണ് ആകെയുള്ള ഒരു സുരക്ഷാ മാനദണ്ഡം എന്ന് പറയുന്നത് ഇത് മാത്രമുള്ളൂ. ഈ ഗ്യാസ്, ഈ ഐസ് വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഗ്യാസ് മാറ്റുകയാണ്. വലിയൊരു അപകടം. ജനങ്ങൾ ചുറ്റിലും താമസിക്കുന്ന ഒരു സ്ഥലത്ത് നൂറുകണക്കിന് ഇത് നോക്കി, ഇതിൻ്റെ ഉപകരണങ്ങളാണ്. ഇതിൽ നിന്ന് ഗ്യാസ് മറ്റൊരു ഗ്യാസിലേക്ക് നിറയ്ക്കുന്നതിന് വേണ്ട എല്ലാ സാധനങ്ങളും എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ നടത്തുന്നതാണ് ഇവിടെ ഈ കൊല്ലം കൊട്ടിയത്തെ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷൻ. ഇപ്പോൾ പോലീസ് പിടികൂടുകയും ചെയ്തിരിക്കുന്നു. ഏകദേശം 100ഓളം സിലിണ്ടറുകളടക്കം പോലീസ് ഇവിടെ നിന്ന് പിടികൂടുകയും ചെയ്തു. ഇപ്പോൾ സിവിൽ സപ്ലൈസ് ഓഫീസർ അടക്കം സ്ഥലത്തെത്തുകയും ഇത് മാർക്ക് ചെയ്യുകയും ചെയ്തു. ഒരു പ്രതി ഇവിടേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഈ കുറ്റം ഏറ്റെടുക്കുകയും ചെയ്തു. അല്പം മുമ്പാണ് ഇവിടേക്ക് എത്തിച്ച്. സാർ, ഇത് എങ്ങനെയായിരുന്നു കണ്ടെത്തിയത്? അറിഞ്ഞത് എങ്ങനെയായിരുന്നു? കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ മറ്റേ കൊല്ലം ജില്ലാ സപ്ലൈ ഓഫീസിൽ ഇൻഫർമേഷൻ ലഭിച്ചു, ഇതിന് അനധികൃതമായി ഇങ്ങനെ ഗ്യാസ് ഫില്ല് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിക്കും. താലൂക്ക് സപ്ലൈ ഓഫീസർമാരും റേഷൻ ഇൻസ്പെക്ടർമാരും ഇവിടെ എത്തുകയും ഇവിടെ വരുന്ന സമയത്ത് ഇതുപോലെ 9 സിലിണ്ടറുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് ഒരു 3 പേര് ഇതിനനുബന്ധിച്ച് ഉണ്ടായിരുന്നവർ നമ്മളെ കണ്ടുടനെ പെട്ടെന്ന് വണ്ടിയിൽ കയറി രക്ഷപ്പെടുകയുണ്ടായി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമ്മൾ പരിശോധിച്ചപ്പോൾ പെട്ടെന്ന് ഇത് മാറ്റാൻ ഞങ്ങൾക്ക് അതിന് കഴിയാത്ത, അതായത് ഗ്യാസ് ലീക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും. അപ്പം പെട്ടെന്ന് നമ്മൾ ഫയർഫോഴ്സിനെ അറിയിക്കുകയും അവിടുന്ന് അവർ വരികയും അങ്ങനെ ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. പരസ്പരമുള്ളത്. ഒരു മാസം മുൻപ് അഞ്ചലിൽ ഇതുപോലെ നടന്നപ്പോൾ അവർ അന്ന് പറഞ്ഞിരുന്നു കൊട്ടിയത്തും ഇത്തരം സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അവർ അന്ന് ഞങ്ങളുടെ മുന്നിൽ വെച്ചാണ് മൊഴി നൽകിയത്. അതിൽ അങ്ങനെ ഒരു വിവരം കിട്ടിയില്ല, ഇൻഫർമേഷൻ കിട്ടിയില്ലായിരുന്നു. നമ്മൾ ഇങ്ങനെ കിട്ടിയില്ല. നേരത്തെ കൊല്ലത്ത് നമുക്ക് ഇങ്ങനെ കിട്ടിയായിരുന്നു. അന്നും നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ സപ്ലൈ ഓഫീസർ കിട്ടിയ രഹസ്യ വിവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിക്കും. നമ്മൾ എല്ലാം ചേർന്ന് വരികയും അപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ട സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത്. 2 വാഹനങ്ങളിലായിട്ട് കയറ്റുന്നതിനായിട്ട് ഇവിടെ 800 രൂപ ലാഭത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രവർത്തനം നടത്തുന്നത്, ഒരു സുരക്ഷയെ പാലിക്കാതെ. അതെ, ഇതിപ്പോൾ ഏകദേശം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ ഏകദേശം 700 സംതിങ് രൂപയേ ഉള്ളൂ. ഇത് 1400-ലധികം രൂപയ്ക്കാണ് വ്യാവസായിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വിൽക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വിനീത, ഇവിടെ താലൂക്ക് സപ്ലൈ ഓഫീസർ ഉണ്ടല്ലേ മാഡം, എന്തായിരിക്കും ഇവർക്കെതിരാണ് നടപടി? എങ്ങനെയാണ് തുടർ നടപടികളെല്ലാം ഇനി ജില്ലാ കളക്ടർ മുഖേനയാണ്. നമ്മൾ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യും. ബാക്കി അതിൻ്റെ ഹിയറിങ് മറ്റു പ്രൊസീജിയറുകളെല്ലാം തന്നെ കളക്ടറായിരിക്കും. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു സുരക്ഷയും പാലിക്കാതെ വീട്ടിൽ ചുറ്റിലും ആളുകൾ താമസിക്കുന്ന ഒരിടം എങ്ങനെയൊക്കെ സ്ഥലത്ത് നടക്കുമ്പോൾ നേരത്തെ തന്നെ ഒരു വിവരം ലഭിക്കും. അത് വീട്ടുകാർക്ക് ഭയം ഉണ്ടായില്ല. പക്ഷേ വളരെയേറെ നമ്മളെ നാടിനെ സ്നേഹിക്കുന്ന ഏതോ ഒരു ശുഭചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹമായിരിക്കാം കൊടുത്തത്. എന്തായാലും ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണിക്കാം. ഒരു വീടിനോട് ചേർന്ന് തന്നെ ആണ് ഈ ഷെഡ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. ഈ വീട്ടിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ അടുക്കള തൊട്ടുപുറകിൽ തന്നെ, ആ ഇരുമ്പ് ഷീറ്റിന് തൊട്ടുപുറകിൽ തന്നെ അടുക്കള പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തൊട്ട് മുൻപിലാണ് ഈ ഗ്യാസ് ഫില്ലിംഗ് മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുതന്നെ വലിയൊരു അപകടത്തിലേക്ക് നയിക്കുന്നതാണ്. അല്പം മുമ്പ് ഈ ഉദ്യോഗസ്ഥരെത്തുന്നതിൻ്റെ സമയത്ത് ഉദ്യോഗസ്ഥരെ കണ്ട് പേടിച്ച് ഓടിയ പ്രതികൾ ഓടുമ്പോൾ ഇവിടെ ഗ്യാസ് ഒന്ന് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് ഫയർഫോഴ്സ് അടക്കം എത്തിയിട്ട് ഇത് മാറ്റുകയും ചെയ്തത്. ഇപ്പോൾ ഇവർ തൂക്കം നോക്കി ഇതിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കുകയാണ്. ഒരു സിലിണ്ടറിൻ്റെ തൂക്കം, അതായത് എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ 9 മാസമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കി. എന്തായാലും ഭാഗ്യം കൊണ്ടാണ് വിനീത ഇത്തരത്തിലുള്ള ഒരു സാധനം പോലീസ് പിടികൂടുകയും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് ഇവർ ഇവിടെ പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരിക്കുന്നത്. വിനീത.